പക്ഷേ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാത്ത ഒരാളാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അസ്മാഉൽ ബദർ ചൊല്ലിയത് കൊണ്ട് കാര്യമായില്ല. അവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ചില ആളുകൾ സംഘടനാ പ്രവർത്തനത്തിൽ വളരെ സജീവമായിരിക്കും, സ്വാന്തന പ്രവർത്തനത്തിൽ വളരെ സജീവമായിരിക്കും, കാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരിക്കും. പക്ഷേ സ്വന്തം വാപ്പയെയും ഉമ്മയെയും വെറുപ്പിച്ചവനാണെങ്കിൽ അവൻ ഒരു സ്ഥാനം ബദരീങ്ങെടുത്തില്ല. പിന്നെ പടച്ചവന്റെ അടുത്തുണ്ടാവും, തീരെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട, ഒരാൾ 5 വക്ത് നിസ്കരിച്ചൊക്കെ റെഡിയാണ്, ഇതൊക്കെ റെഡിയാണെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാത്ത ഒരാളാണെങ്കിൽ അവന് ഒന്നും ദുനിയാവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ ഏറ്റവും വലിയ ശൈഖന്മാര് നമ്മളെ വാപ്പയും ഉമ്മയുമാണ്. ഏറ്റവും വലിയ നമ്മളെ ശൈഖന്മാര് വാപ്പയും ഉമ്മയാണ്. ഒരാൾ പൊരണ്ടാക്കാൻ പോകുമ്പോൾ പൊര തുടങ്ങുന്നതിന് മുമ്പ് സമ്മതം വാങ്ങേണ്ടത് മുത്തനൂർ തങ്ങളെ സമ്മതമല്ല വേണ്ടിയത്, ഇല്ലെങ്കിൽ നാട്ടിലുള്ള വേറെ ഏതെങ്കിലും തങ്ങളുടെ സമ്മതമോ ഉസ്താദിന്റെ സമ്മതമോ അല്ല വേണ്ടിയത്. ആദ്യ സമ്മതം വാങ്ങേണ്ടത് വാപ്പന്റെ ഉമ്മന്റെ സമ്മതമാണ്. വാപ്പച്ചിയെ, എനിക്കൊരു വീടുണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, വാപ്പാന്റെ സമ്മതത്തോടുകൂടെ തുടങ്ങണം, വാപ്പാൻ അതിന് സ്ഥലം നിർണയിച്ചു തരണം. അങ്ങനെ മയമാക്കാന്റെ കുഞ്ഞാപ്പ് പറഞ്ഞിരുന്നു, അങ്ങനെ അങ്ങേ തലക്കലൊരു സ്ഥലം കിട്ടാനുണ്ട്, വാപ്പൊന്ന് വന്ന് കാണണം. അങ്ങനെ വാപ്പനെ കൊണ്ടുപോയി അത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. ഈ ഇരിക്കുന്ന ആളുകള് എല്ലാരും വാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തമുള്ളവരാണോ? കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കൈപ്പൊക്കാൻ പറയും. ഞാൻ ഇച്ചിരി എണീച്ചു പോകാൻ വേണ്ട, വാട്സപ്പിൽ പൊക്കടാരി പൊക്കിയാൽ മതി. വാട്സപ്പിൽ പൊക്കടാരി പൊക്കിയാൽ പിന്നെ ആള് കാണൂല, ചെറുങ്ങനെ പൊക്കിയാൽ മതി. അപ്പൊ ചില ആളുകൾ പറയും, ഉസ്താദെ എനിക്ക് വീട് ശരിയാവുന്നില്ല, ഉസ്താദെ ഞാൻ ഖത്തറിൽ ഒരു 3 പ്രാവശ്യം പോയി, ഒന്നും ശരിയാതെ, കുവൈത്തിൽ പോയി 4 വട്ടം, ബഹ്റൈനിൽ 5ാമത്തെ വട്ടം പോയൊക്കെ നിൽക്കുകയാണ്, എന്നിട്ടും പെരപ്പണിയിട്ട് തുടങ്ങിയിട്ടില്ല. എന്താ കാരണം? ഓ കല്യാണം കഴിച്ചപ്പോ ഇമ്മാനെ പറ്റാതെയായി, വാപ്പാനെ പറ്റാതെയായി. അങ്ങനെ വാപ്പാനോടും ഉമ്മാനോടും തെറ്റിയിട്ടാണ് അവൻ എന്താകുന്നത്, ഗൾഫിലേക്ക് പോകുന്നത്. അതുകൂടെ കഴിഞ്ഞുപോയി. ഞാനിത് ഈ ഒരാഴ്ചക്കുള്ളിൽ ഒരു വലിയ വാപ്പയുടെ ഉമ്മയുടെയും ആണ്ട് നടത്തുന്ന വലിയ ഒരു കുടുംബത്തിന്റെ ഒരു മജ്‌ലിസിൽ എത്തിയപ്പോ ഞാൻ ഈ കഥ പറഞ്ഞുപോയി. കഥ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എനിക്ക് കൂടുതലൊന്നും മറ്റുള്ള ആളുടെ കഥയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ കുടുംബത്തിൽ തന്നെ അനുഭവമുണ്ട്. ദാരിദ്ര്യമില്ലാതിരിക്കാൻ, ദാരിദ്ര്യം ഉണ്ടാവാൻ സുബ്ഹാനല്ലാഹ് 18ഓളം കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ, അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കാൻ പാടില്ല. വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നും ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നാണെങ്കിലും ഓലെ പേര് അങ്ങനെ വിളിക്കാൻ പാടില്ല. ഓലെ പേര് ഉപ്പ ഉമ്മ എന്ന് വിളിക്കാൻ പാടില്ല. ചിലവരൊക്കെ മൊബൈലിൽ പേര് എഴുതിയ വാപ്പാന്റെ പേരെന്താ, മൈ ഫാദർ, മൈ മദർ. അങ്ങനെയുള്ള പോലെ എത്ര ആളുണ്ട്? നോക്കി എത്ര ആളുണ്ട്? എന്താ വാപ്പാന്ന് എഴുതിയാൽ അവിടെ പേര് മാറ്റി വിളിച്ചു. വാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിച്ചാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവും, പൈസ ഉണ്ടാവില്ല. പണം ഉണ്ടാകാനുള്ള വേദ ഞാൻ പറഞ്ഞ മാണയും കേട്ടോളി, അടങ്ങിയിരുന്ന് കേട്ടോളി. ഞാൻ വളരെ കുറച്ചേ പറയുള്ളൂ. എനിക്ക് ട്രെയിനിങ് എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, തങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായതുകൊണ്ട് തങ്ങൾ വേഗം പോകുന്നു, അതുകൊണ്ട് സമാധാനത്തിലില്ല. അപ്പൊ വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. അപ്പൊ മൊബൈലിൽ ഒരാള് വാപ്പാന്റെ പേര് ഫാദർ നെയ്തണ്ട, ഉപ്പ തന്നെ എഴുതിക്കോ, ഉമ്മ തന്നെ എഴുതിക്കോ. അപ്പൊ ഉസ്താദേ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയല്ലേ, ഫാദർ എന്നാ തന്താന്ന് എഴുതിച്ചോളാം. അല്ല, ഒക്കെ അതിന്റെ അർത്ഥം തന്നെ. ആന അതിന്റെ ജീവ ഒടുങ്ങുമ്പോ പത്രത്തിൽ എഴുതാറുള്ളതാണ് ആന ചെരിഞ്ഞു, അല്ലേ? ആന ചെരിഞ്ഞു എന്നാണ് എഴുതൽ. വളരെ ബഹുമാനത്തോടു കൂടിയാണ് എഴുതുന്നത്. നാളെ വാപ്പ മരിച്ചുമ്പോ എന്റെ വാപ്പ അബൂബക്കർ ഹാജി ചെരിഞ്ഞു അങ്ങനെ പറയാറിയോ? അങ്ങനെ അറിയോ? നല്ല ബഹുമാനത്തിൽ വലിയൊരു ആന മരിച്ചപ്പോൾ ഉള്ള പദം എന്താ അവിടെ കൊടുക്കാത്തത്? അവിടെ ഒരാരും ഉപയോഗിക്കാറില്ല.
ഉപ്പ മരിച്ചു, അന്തരിച്ചു എന്നൊക്കെ പറയുള്ളൂ. അത് ബഹുമാനത്തോടുകൂടെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങാത്ത ആളാണെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവുകയില്ല. അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമുസ്ലിമായ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം വീട്ടിൽ സഹോദരിമാരുള്ളവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അടുത്തടുത്തിരിക്കുക. ഈ സ്ഥലം നമുക്ക് മാറ്റണം, ഇവിടെ ആളുകളെ കൊള്ളണ. എന്നാലും ഇവിടെ സ്ഥലമില്ല. ആ ഫേസ്ബുക്കിൽ കണ്ടു ഒരു അമുസ്ലിമായ ഒരാള് ഖബർസ്ഥാനിൽ വന്നിട്ട് ദ്വാരക്കാണ്. അത് കണ്ടോലുണ്ടാവും ചിലപ്പോൾ. കണ്ടോ? ആ കണ്ടിട്ട്. ഞാൻ വെറുതെ പറയല്ല, ഇന്ന് വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റൂല. ആ ചങ്ങായി ദ്വാരക്കാണ്. രണ്ട് കൈയൊക്കെ പൊക്കിയിട്ട് ദ്വാരന്നിട്ട് ആ ബാപ്പയുടെ ഖബറിന്റെ മീസാൻ കല്ല് പോയി മുത്തിയിട്ടാണ് അവൻ പോകുന്നത്. മുത്തിയിട്ടാ പോണത്. അപ്പൊ വേറെ ആൾ കാണുന്നുണ്ട്. എന്താണ് ഇനി? അതിന്റെ വാപ്പിയുമ്മയാണ്. അത് വാപ്പിയുമ്മയാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ട അന്ന് മുതൽ ഈ ഖബറിൽ കിടക്കുന്ന ഉമ്മയാണ് എന്നെ നോക്കിയത്. അതുകൊണ്ട് ഞാൻ ഖബറിങ്ങിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അവസാനം ആ ഖബറിങ്ങിൽ മുത്തം കൊടുത്തു പോവുകയാണ്. വാപ്പയെ പോലെയാണെന്ന് പറയാൻ എനിക്ക് പറ്റണില്ല. അദ്ദേഹത്തിന്റെ പോയിന്റ് അവിടെയാണ്. വാപ്പയെ പോലെയാണെന്ന് പറയാൻ, ഉമ്മയെ പോലെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഉമ്മയാണ്, ഉപ്പയാണ് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനെ, ബാപ്പാന്റെയും ഉമ്മാന്റെയും കാര്യം എത്ര ഉണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം നമുക്ക് വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഉപ്പയോടും ഉമ്മയോടും ഛേ എന്ന് പറയുന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും വാപ്പനോടും ഉമ്മയോടും പൊരുത്തപ്പെടിക്കണം. ദാരിദ്ര്യമുണ്ടാവാൻ ഒരു കാരണമാണത്. അതുകൊണ്ട് വാപ്പന്റെ ഉമ്മന്റെ പേര് മാറ്റി വിളിക്കാൻ പാടില്ല. അതുപോലെ രണ്ടാമത്തെ കാരണം, വാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്കും ദാരിദ്ര്യമുണ്ടാകും. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാത്ത ആളുകൾ, ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്ത ആളുകൾ എത്ര ഉണ്ട്? ഇന്നിപ്പോ സുബൈ കഴിഞ്ഞ്, ളുഹ്ർ കഴിഞ്ഞ്, അസ്ർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇശ കഴിഞ്ഞ്, ഈ ഇശ നിസ്കാരവും നിങ്ങൾ ഇന്ന് ബഅദ് നിസ്കരിച്ചു വന്നിരിക്കുകയാണ് ഇവിടെ. ഈ 5 വക്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ഇന്ന് വാപ്പക്കും ഉമ്മക്കും വേണ്ടി ദുആ ചെയ്ത ആളുകൾ എത്ര ഉണ്ട്? ശരിക്കും ആലോചിക്കണം. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്കും ദാരിദ്ര്യമുണ്ടാകും. 2. മൂന്നാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ, വാപ്പ ചിലപ്പോൾ കൃഷിപ്പണിക്കാരനാവാം, മകൻ എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം. സുബ്ഹാനല്ലാഹ്, വാപ്പയാണ്. വാപ്പയുടെ മുമ്പിൽ നമുക്ക് നടക്കാൻ പാടില്ല. ചിലപ്പോ നമ്മൾ വണ്ടിയിൽ പോകുമ്പോ, ഗൾഫിലൊക്കെ പോയി വന്ന് ചിലപ്പോ നോളേജ് സിറ്റി ഒന്ന് കാണാൻ പോകുമ്പോ നമ്മൾ പറയും, ബാപ്പ പറയും, ഉമ്മ പറയും, ഞങ്ങളടാ വേക്കിൽ ഇരുന്നോളാം, കുഞ്ഞോളെ മുമ്പിൽ ഇരുത്തിക്കോ, ഞങ്ങൾ വേക്കിൽ, ഞങ്ങൾക്ക് വെറ്റിലൊക്കെ തിന്ന് ഇങ്ങനെ തുപ്പാനൊക്കെ സുഖം വേക്കിലാണ്. ഓലത് വെറുതെ പറയണം. ഓല് രണ്ടാളും പിന്നെ പറയണ എന്താ? നിങ്ങള് 10-18 വയസ്സ് വരെ ഈ ചങ്ങായിനെ പോറ്റി വളർത്തി, മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച്, അപ്പൊ പെണ്ണുങ്ങൾ കൂടി കൊടുക്കുക, അമ്മ കൂടി കൊടുക്കുക, നിങ്ങൾ 18 വയസ്സ് വരെ പോറ്റി, ഞാൻ മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ച് പ്രസവിച്ച്, ഓൻ എത്രയാ എന്റെ മടിയിലേക്ക് മൂത്രമൊഴിച്ചത്, ഇതൊക്കെ സഹിച്ച്. എന്നാലോ ഗർഭിണിയായ അന്ന് മുതൽ, ഇവനെ വയറ്റിലുണ്ടായ അന്ന് മുതൽ ഒരു സുഖം കിട്ടിയിട്ടില്ല. ഛർദിയോണ്ട് ഛർദി. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ സഹിച്ച് 9 മാസവും 9 ദിവസവും ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവം നൽകിയ ഞാനിപ്പോ ബേക്കിലും ഓളിപ്പോ മുമ്പിലും. ഇതാണ് ആ വെറ്റിലിന്റെ അർത്ഥം. ഞാൻ ആ വെറ്റിലിന്റെ അർത്ഥം വെച്ചാ നിങ്ങൾക്ക് വേണ്ടി വരെ കൊക്ക. അപ്പൊ വാപ്പിമ്മി വെറുതെ പറയാണ്, ഓലങ്ങനെ പറഞ്ഞാലും നിങ്ങൾ എന്താ പറയാ, അല്ല വാപ്പച്ചി നിങ്ങൾ തന്നെ മുമ്പിൽ ഇരിക്കണം, ഞങ്ങൾ വേക്കിലിരുന്ന, നിങ്ങൾ വെറ്റിലിന്ന് തുപ്പണ ഞമ്മക്കൊന്ന് കാണാലോ. അപ്പൊ ഒരാള് വാപ്പയുടെയും ഉമ്മയെയും ബേക്കിലിരുത്തിയാൽ ദാരിദ്ര്യം ഉണ്ടായി. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കണം. 3 കാരണമായി.
ഇത് വാപ്പയും ഉമ്മയുമായി ബന്ധപ്പെട്ട 3 കാരണങ്ങളാണ്. ഈ വിഷയമാണ് ഞാൻ ഒരു മരണത്തിന്റെ ആവശ്യവുമായി ഒരു മരണ വീട്ടിൽ ഞാൻ ഇത് പറഞ്ഞപ്പോ ഇയാള് പറയാണ്, ഉസ്താദ് പറഞ്ഞ വളരെ കാര്യമാണ്. ഞങ്ങളിൽപ്പെട്ട ഒരാളുണ്ട് ഓനിപ്പോ സുബ്ഹാനല്ലാഹ് ഉമ്മ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ ഓനത് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഉമ്മ ഓനോട് പറഞ്ഞ്, എടാ നീ നമുക്ക് മഹ്ശറിന്ന് കാണാം. ഉമ്മാന്റെ വർത്താനം സുബ്ഹാനല്ലാഹ്, ഒറ്റ വർത്താനം അമ്മ, നീ നമുക്ക് മഹ്ശറിന്ന് കാണാം. അങ്ങനെ അവൻ ഗൾഫിൽ പോയി. 6 കൊല്ലമായിട്ട് അവൻ ചെയ്യില്ല, ഉമ്മാനോ കണ്ടിട്ടില്ല. ഇമ്മ മരിച്ചുപോയി, ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പൊ പൊരുത്തക്കേട് എനിക്ക് വേറെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉസ്താദെ, എന്റെ കുടുംബത്തിൽ തന്നെ അനുഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, വാപ്പയും ഉമ്മയുമാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒന്ന്. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ. മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ച ആള്, അല്ലാതെ നമുക്ക് തോന്നിയത് മാത്രം എടുക്കലല്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുക. 4ാമത്തെ കാരണം, കസുറത്തുന്നവും, അധികരിച്ച് ഉറങ്ങുന്നവർക്കും ദാരിദ്ര്യമുണ്ടാകും. എപ്പോഴും ഉറങ്ങനെ എന്താ എന്റെ പുയ്യാപ്പിളക്ക് പണി? ഒന്നുമില്ല ഉസ്താദേ, ഉച്ചവരെ കിടന്നുറങ്ങും, പിന്നെ ഉറങ്ങും. സുബ്ഹാനല്ലാഹ്. ഇന്നാള് ഞാൻ ബഗ്ദാദിൽ പോയപ്പോ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു. ബഗ്ദാദിക്ക് പോയപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അയാൾ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു, ഞങ്ങളിപ്പോ അങ്ങനെ എനിക്ക് വേണ്ടി ദ്വാരക്കണം, പണിയൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു കടമുണ്ട്, ഞാൻ അതിക്ക് പോകലത് എപ്പോഴെങ്കിലും പോകുള്ളൂ, അത് വിറ്റ് പോകും വേണം. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾക്ക് പണിയൊന്നുമില്ല. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിച്ചിട്ടേ മൂപ്പര് ഉറങ്ങുള്ളൂ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല, മൂപ്പർക്ക് അറിയാം. നല്ല മനുഷ്യന് കേട്ടോ, മോശപ്പെട്ട ആളൊന്നല്ല. ഇയാള് പറഞ്ഞു, സുബഹിന്റെ ശേഷം ഞാൻ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങും. എത്ര വരെ ഉറങ്ങും? 9 മണി ഉറങ്ങും ഉസ്താദേ. പിന്നെയോ എണീറ്റ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെന്താ പരിപാടി, നാസ്തികാക്കി ഞാൻ പിന്നെ ഉറങ്ങും ഉസ്താദേ. എത്ര വരെ? ഉച്ച വരെ ഉറങ്ങുന്ന. ഉച്ചക്ക് എണീച്ചിട്ട് മൂപ്പര് എന്ത് ചെയ്യും? കുളിച്ച് ഫ്രഷായി വൃത്തിയായതിനു ശേഷം മൂപ്പരും ഭാര്യയും കൂടി എന്ത് ചെയ്തു? രണ്ടാളും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സുഖസുന്ദരമായിട്ട് രണ്ടാളും പിന്നെ ഉറങ്ങും അസർ വരെ. അസറിന്റെ ഉറങ്ങും, അസറിന്റെ ഉറങ്ങൂല. അസറിന്റെ ഉറങ്ങിയ ഭ്രാന്തനാവും. മഗ്‌രിബിനെ ഉറങ്ങോ? അത് ഉറങ്ങൂല. ഇശ കഴിഞ്ഞിട്ട് ഹദ്ദാദ് ചൊല്ലി ഇശ നിസ്കാരം കഴിഞ്ഞ് വിത്രൊക്കെ നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂപ്പര് പിന്നെ ഉറങ്ങും. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചാൽ, അല്ല നിങ്ങൾക്ക് ഉറക്കം വരുമോ? ഉറക്കം വരാന്ന്. ഞാൻ ശരിക്കും ഉറങ്ങലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കമില്ലായിട്ട് ഗുളി കൊടുക്കണമെങ്കിൽ അയാൾ തിജാസ് വാങ്ങിയാൽ മതി, അയാളെ ഷേഖാക്കിയാൽ മതി. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ പറ്റി ഞാൻ ഇടക്കിടക്ക് പറയലുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ ഞാൻ ഉറങ്ങില്ല എന്നോട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങില്ലെങ്കിൽ ഞാൻ ഈ പറച്ചിൽ തുടരണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ പിന്നെ മൂപ്പര് പറയാണ്, 2 ആഴ്ച കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, നിന്റെ കട ഇപ്പൊ അൽഹംദുലില്ലാഹ് വിറ്റ് പോയിട്ടുണ്ട്, 2 ലക്ഷം റുപ്യക്ക് നടത്താൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇയാൾക്കൊരു ബേജാറ്, ഇനി എന്താ ഞാൻ കാട്ടു വെച്ചു. ഞാൻ പറഞ്ഞു, ഉറങ്ങന്നെ, കരഞ്ഞ് ടെൻഷനൊന്നുമില്ലല്ലോ, ഇനി ഫുള്ള് ഉറങ്ങന്നെ. ഇനിയിപ്പോ ആ കട ഉണ്ട് ഇല്ല എന്നുള്ളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ എത്ര ആളുകൾ ഉണ്ടാവും അങ്ങനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, കസറത്തുൻ നൗം, അധികരിച്ച് ഉറങ്ങുന്നവനും ദാരിദ്ര്യമുണ്ടാകും.